ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഭാഗമാണ്, രണ്ടാമത്തെ പാർട്ട്. 11ാമത്തെ ചോദ്യം നോക്കാം. എലുസിഡേറ്റ് നോർമൽ ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. നോർമൽ ഗുഡ്സ് എന്താണ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്, കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, എനി 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 11 മുതൽ 15 വരെ 15 ക്വസ്റ്റ്യൻ ഉണ്ടായില്ല, ഏതെങ്കിലും 3 മതി. എക്സാമ്പിളും കൂടെ എന്താക്കണം, ഇവിടെ കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഗുഡ്സ് ഇവിടെ 2 ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നോർമൽ ഗുഡ്സ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. നോർമൽ ഗുഡ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനമാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞത്. ഇൻഫീരിയർ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ ഗുഡ്സിനെ കുറിച്ച് പറയാം. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടും. വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിന് നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും. അതേസമയം വരുമാനം കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയുന്നതിന് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്നും പറയും. സിമ്പിളായിട്ട് നമുക്ക് 2 ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പം നമ്മൾ ഡ്രസ്സ്, നമ്മൾ 2 ലക്ഷം റുപ്യ സാലറി ഉള്ള സമയത്ത് നമ്മൾ ഒരു വർഷത്തിലൊരു 4 ഡ്രസ്സ് എടുത്തിരുന്നു. ഇപ്പം നമ്മളെ സാലറി എന്തായിരുന്നു, 3 ലക്ഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ടും വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അധിക സാധനങ്ങളും എങ്ങനെയുണ്ടാവും, നോർമൽ ഗുഡ്സ് ആണ്. കാരണം എന്താ, നമ്മളെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉപയോഗം എന്താവും, നമ്മൾ കൂട്ടും. ഓക്കെ. ഇനി ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയും. അതായത് ആ സാധനം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനത്തേനാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഞ്ഞി. ആദ്യം നമ്മളെ നാട്ടിലേക്ക് അധികം ആൾക്കാരും കഞ്ഞിയായിരുന്നു കഴിച്ചിരുന്നത്. ഇപ്പം എന്തായി, വരുമാനം ഒക്കെ കൂടി. വരുമാനം കൂടിയ സമയത്ത് കഞ്ഞി എന്നുള്ള സാധനം എന്തായി, കുറഞ്ഞു. അപ്പോൾ കഞ്ഞി എന്നുള്ള എന്താണ്, ഒരു ഇൻഫീരിയർ ഗുഡ്സാണ്. മുമ്പത്തെ ആളുകൾ ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്ത്, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ്, നമുക്ക് വരുമാനം കുറവാണെന്ന്. ദാരിദ്ര്യമുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ആളുകളും കഴിച്ചിരുന്നത് കപ്പ, പൂള, കഞ്ഞി, ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു. എന്നാൽ വരുമാനം കൂടിയ സമയത്ത് നമ്മൾ ആ സാധനങ്ങളൊക്കെ എന്തായി, ഒഴിവാക്കി. ഓക്കെ. അപ്പോൾ ഈ കഞ്ഞി, കപ്പ, ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഇൻഫീരിയർ ഗുഡ്സാണ്. അതേസമയം മറ്റുള്ള സാധാരണഗതിയിൽ വരുമാനം കൂടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങുന്നതൊക്കെ എന്താണ്, നോർമൽ ഗുഡ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക നോർമൽ ഗുഡ്സ് എന്താണെന്നാണ് ഒരു എക്സാമ്പിൾ, അതല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്നൊരു എക്സാമ്പിൾ. രണ്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 12ാമത്തത് വരുന്നത്, ദ ടൈം പീരിയഡ് വേർ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സഡ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മളെ സാധനം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാലഘട്ടത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സാധനം നിർമ്മിക്കുന്നിടത്ത് അതിൽ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത് നമ്മളതിന് ഷോർട്ട് ടേം എന്നാണ് പറയുക. ഷോർട്ട് ടേമിൻ്റെ പ്രത്യേകത, നമുക്ക് അതിലുള്ള എല്ലാ സാധനത്തിനെയും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹോട്ടലാണ്. ഹോട്ടലിൽ ഒരു 6 മാസത്തേക്ക് നമുക്ക് ഹോട്ടലിൻ്റെ ബിൽഡിങ് ചിലപ്പോൾ മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല. തൊഴിലാളികൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ മാറ്റാം. അതേസമയം ബിൽഡിങ് അതല്ലെങ്കിൽ ലാൻഡ് നമുക്ക് 6 മാസം കൊണ്ട് മാറ്റാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഇതിൽ മാറ്റാൻ പറ്റാത്ത ഏതെങ്കിലും സാധനം അതിലുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഷോർട്ട് ടേം എന്നാണ്. ഇനി അതല്ല, കുറച്ച് ദീർഘാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, അതിലുള്ള എല്ലാ സാധനങ്ങളും, ബിസിനസ്സിൻ്റെ എല്ലാ ഇൻപുട്ടും നമുക്ക് എന്താക്കാൻ പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. ബിൽഡിങ് മാറ്റാൻ പറ്റും, അവിടുത്തെ ലേബേഴ്സിനെ മാറ്റാൻ പറ്റും, നമ്മളെ സ്ഥലം മാറ്റാൻ പറ്റും, ബാക്കിയുള്ള അവിടുത്തെ റോ മെറ്റീരിയലിനെ മാറ്റാൻ പറ്റും. അങ്ങനെ എല്ലാ സാധനത്തിനെയും നമ്മൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ലോങ് ടേം എന്ന് പറയാം. ഈ ലോങ് ടേമിൻ്റെ പ്രത്യേകത, അവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ലോങ് ടേമിൻ്റെ പ്രത്യേകത ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. കാരണം അവിടെ ഫിക്സഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവില്ല. എല്ലാം മാറ്റാൻ പറ്റുമല്ലോ. എല്ലാം മാറ്റാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത് ഫിക്സഡ് അല്ല, അത് വേരിയബിൾ ആണ്. മാറ്റാൻ പറ്റുന്ന സാധനത്തിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൻ്റെ പ്രത്യേകത, അതിൽ കുറച്ച് സാധനം ഫിക്സഡും കുറച്ച് സാധനം എന്തായിരിക്കും, വേരിയബിളും ആയിരിക്കും. ഷോർട്ട് ടേമിൽ കുറച്ച് സാധനം നമുക്ക് മാറ്റാൻ പറ്റും, കുറച്ച് സാധനം നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. മാറ്റാൻ പറ്റുന്നതിന് നമ്മൾ വേരിയബിൾ എന്ന് പറയും, മാറ്റാൻ പറ്റാത്തതിന് നമ്മൾ ഫിക്സഡ് എന്ന് പറയും. ഇനി ലോങ് ടേമിൽ നമുക്ക് എല്ലാം മാറ്റാൻ പറ്റും, ഒക്കെ വേരിയബിൾ ആണ്, അവിടെ ഫിക്സഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ദ ടൈം പീരിയഡ്, ഒരു ടൈം പീരിയഡ് വേർ ആ ടൈം പീരിയഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏതെങ്കിലും ഒരു ഫാക്ടർ ഫിക്സഡ് ആണെങ്കിൽ
ആ ടൈം പീരീഡിന് നമ്മൾ എന്താണ് പറയുക? ആ ടൈം പീരീഡിന് നമ്മൾ പറയുന്ന പേരാണെന്ന് ഷോർട്ട് ടേം. അടുത്ത ചോദ്യം, ദ ടൈം പീരിയഡ് വർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി വാരിഡ്. എല്ലാം മാറ്റാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് പറയുക? അതിനാണ് നമ്മൾ ലോങ് ടേം എന്ന് പറയുക. അപ്പോൾ ലോങ് ടേം, ഷോർട്ട് ടേം. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഡിഫൈൻ ദ ഫോളോയിങ്. താഴെ കാണുന്നതിനൊന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പിന്നെ ഒന്ന് ഡിപ്രിസിയേഷൻ ആണ്. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളെ അസറ്റുകൾ, അതായത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചിലവഴിക്കുന്ന തുകയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ മെഷീനറി വാങ്ങാൻ, അല്ലെങ്കിൽ ബിൽഡിങ് വാങ്ങാൻ, പിന്നെ അതല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് വാങ്ങാൻ, ഇങ്ങനത്തെ ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന തുകയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതേസമയം ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് മേലെ, ഇപ്പോൾ ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റൊക്കെ ഉണ്ടാവുന്നു, ചിലപ്പോൾ സമയം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ വില എന്താവും? കുറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ബിൽഡിങ്ങൊക്കെ അങ്ങനെയാണ്. 10 കൊല്ലം മുമ്പ് എടുത്തിട്ട് ബിൽഡിങ്ങിന് എന്തുണ്ടാവില്ല? ഇപ്പം അത്ര വില ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പിന്നെ ഡിപ്രിസിയേഷൻ എന്നാണ്, തേയ്മാനം എന്നാണ് അതിൻ്റെ മലയാളം. അതായത് കാലപ്പഴക്കം കൊണ്ടോ ഉപയോഗം കൊണ്ടോ ഒരു വസ്തുവിൻ്റെ വില എന്താവും? കുറഞ്ഞ് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ വണ്ടി ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. 2025 നമ്മളൊരു 18 ലക്ഷം കൊടുത്ത വണ്ടി, അത് 2026 ആകുമ്പോൾ വില കുറയും, 27 ആകുമ്പോൾ വീണ്ടും വില കുറയും, 28 ആകുമ്പോൾ വീണ്ടും വില കുറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിപ്രിസിയേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും തമ്മിലുള്ള അതെന്താണ് എന്നൊന്ന് പിന്നെ നമ്മളോടൊന്ന് വേർതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താണ് സപ്ലൈ, എന്താണ് ഡിമാൻഡ് എന്നൊന്നാക്കണം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും എന്താക്കാൻ പറ്റുള്ളൂ? പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിമാൻഡിൻ്റെ സമയത്ത് നിങ്ങൾ സാധനം വാങ്ങുന്ന ആളായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. സപ്ലൈൻ്റെ സമയത്ത് നിങ്ങൾ പിന്നെ കൊടുക്കുന്ന ആളായിട്ട്, കച്ചവടക്കാരനായിട്ട് എന്താവണം? നിങ്ങളെ സ്വയം സങ്കല്പിക്കണം. എന്നാലേ വിഷയം റെഡി ആവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഡിമാൻഡിനെ കുറിച്ചാണ് പറയണത്. പറയണം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഡിമാൻഡിൻ്റെ സമയത്ത് നിങ്ങൾ കൺസ്യൂമർ ആട്ടോ, സാധനം വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഇന്ന് നോക്കുക, ഒരു നിശ്ചിത തുകക്ക്, ഒരു 100 രൂപയ്ക്കോടെ നിശ്ചിത തുക, ഈ 100 രൂപയ്ക്ക് മാർക്കറ്റിൽ എത്രത്തോളം സാധനം ആളുകൾ വാങ്ങുന്നുണ്ടോ, വാങ്ങാൻ സന്നദ്ധമാണോ, ആ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിമാൻഡ് എന്ന് പറയുക. ഒരു നിശ്ചിത തുകക്ക് മാർക്കറ്റിൽ എത്രത്തോളം അളവ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, എത്രത്തോളം സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ തയ്യാറാവുന്നുണ്ടോ ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിമാൻഡ് എന്ന് പറയുക. ഇനി നിങ്ങളൊരു കാര്യം കൂടെ ഇപ്പോൾ ശ്രദ്ധിക്കാണ്ട്, സാധാരണഗതിയിൽ നമ്മൾ പറയൽ, ഒരു കച്ചവടം നടക്കണമെങ്കിൽ പിന്നെ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് ഡിസയർ, ആ സാധനം വാങ്ങാനുള്ള ഒരു ആഗ്രഹം വേണം എന്നുള്ളതാണ്. പിന്നെ ഒരു വില്ലിങ്നെസ് എന്ന് പറഞ്ഞ സാധനമല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ സാധനം കൂടെ, എബിലിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇത് 3ഉം കൂടെ പിന്നെ ഉണ്ടാകുമ്പോഴാണ് മാർക്കറ്റിൽ കച്ചവടം നടക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു iPhone 17 വാങ്ങണമെന്നുണ്ട്. 17 വാങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങാൻ തയ്യാറുമായിരുന്നു. അതേസമയം എൻ്റെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. അപ്പോൾ അവിടെ കച്ചവടം നടക്കൂല. ഇനി രണ്ടാമത് നോക്കുക, ഐഫോൺ വാങ്ങാൻ എന്തുണ്ട്? എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. 1.5 ലക്ഷം മുടക്കിയിട്ട് അല്ലെങ്കിൽ 1 ലക്ഷം മുടക്കിയിട്ട് വാങ്ങാൻ ഞാൻ തയ്യാറുമാണ്. 1 ലക്ഷം എനിക്കൊരു വിഷയമുള്ള കേസും അല്ല. അതേസമയം എനിക്ക് ഐഫോണിൻ്റെ ആവശ്യമില്ല. അവർ ഡിസയർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് രണ്ടും ഉണ്ട്. അതേസമയം എന്തില്ല? ഡിസയർ എന്ന് പറഞ്ഞ സാധനമില്ല. ഇനി വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്. 1 ലക്ഷം റുപ്യ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും ചെയ്യും. അതേസമയം 1 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഐഫോൺ വാങ്ങാൻ എന്തില്ല? ഓന് തയ്യാറുമല്ല. അപ്പോൾ ഇത് 3ഉം കൂടെ യോജിച്ച് കഴിഞ്ഞാലേ എന്തുണ്ടാവുള്ളൂ എന്ന് പറയുമോ? ഒരു കച്ചവടം എന്ന് പറഞ്ഞ സാധനം നടക്കുള്ളൂ. ഈ കച്ചവടത്തിൻ്റെ എണ്ണത്തിനെയാണ്, സാധനങ്ങൾ വിറ്റ് പോകുന്ന എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡിമാൻഡ് എന്ന് പറയാം. ഇനി ഇതിൽ സപ്ലൈ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താവണമെന്നോ? കച്ചവടക്കാരനാവുകയാണ് വേണ്ടത്. സപ്ലൈ എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്താവണം? കച്ചവടക്കാരനാവണം. അതായത് മാർക്കറ്റിൽ സാധനത്തിൻ്റെ വില 100 രൂപയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയ്ക്ക് നിങ്ങൾ എത്ര സാധനം കൊടുക്കാൻ തയ്യാറാവുന്നു?
ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, സപ്ലൈ എന്ന് പറയാം. എത്ര സാധനങ്ങൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത്. ഇനി ഇത് നമുക്ക് എന്താക്കാമെന്ന് ചെറിയൊരു ഡാറ്റ വെച്ചിട്ട് എന്താക്കാം സംസാരിക്കാം. അപ്പോഴാണ് നമുക്ക് എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ നമുക്ക് കൃത്യമാക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. നോക്കാം, ഇത് പ്രൈസ് ആയിക്കോട്ടെ, ഇത് സപ്ലൈ, ഇത് ഡിമാൻഡ്. സാധനത്തിൻ്റെ വില 10 റുപ്യാണ്. 10 റുപ്യ ആയ സമയത്ത് പിന്നെ 20 എണ്ണം കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. അതേസമയം വാങ്ങാൻ ആളുകൾ 40 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. സാധനത്തിൻ്റെ വില എന്തായി? കൂടി 15 ആയി. 15 ആയ സമയത്ത് സപ്ലൈ ചെയ്യാൻ 25 ആളുകളുണ്ട്, വാങ്ങാൻ 35 ആളുകൾ കുറഞ്ഞു. സാധനത്തിൻ്റെ വില എന്തായി? 20 ആയി. 20 ആയ സമയത്ത് സപ്ലൈ ചെയ്യാൻ 30 ആൾക്കാരുണ്ട്, വാങ്ങാനും 30 ആൾക്കാരുണ്ട്. ഇനി സാധനത്തിൻ്റെ വില എന്തായി? 25 ആയി. 25 ആയ സമയത്ത് സപ്ലൈ ചെയ്യാൻ 35 ആൾക്കാരുണ്ട്, അതേസമയം വാങ്ങാനും 30 ആളേ ഉള്ളൂ. ഇനി സാധനത്തിൻ്റെ വില വീണ്ടും കൂടി 30 റുപ്യയായി. അപ്പം സപ്ലൈ ചെയ്യാൻ 40 ആൾക്കാരുണ്ട്, അതേസമയം വാങ്ങാൻ എത്ര ആളുകളേ ഉള്ളൂ? 25 ആളുകളേ ഉള്ളൂ. ഓക്കെ, സോറി ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ 25, ഇവിടെ 20. ഇനി നമ്മൾ ഈ സാധനം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുന്നു? ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഈ സപ്ലൈ ആകുന്ന സമയത്ത് നിങ്ങൾ സെല്ലറാണ് കേട്ടോ, സാധനം കൊടുക്കുന്ന ആളാണ്. ഡിമാൻഡിൻ്റെ സമയത്ത് നിങ്ങൾ ബയ്യറാണ്, സാധനം വാങ്ങുന്ന ആളാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, നിങ്ങൾ മാർക്കറ്റിൽ പോവുകയാണ്. മാർക്കറ്റിൽ പോയ സമയത്ത് സാധനത്തിന് 10 റുപ്യ ഉള്ളൂ എങ്കിൽ, നിങ്ങളെന്താവും 40 എണ്ണം വാങ്ങേണ്ടതെന്ന് വിചാരിക്കാം. അതേസമയം 15 റുപ്യ ആകുമ്പോൾ എന്തായിരുന്നോ നിങ്ങൾ വാങ്ങുന്നതിൻ്റെ അളവ് കുറച്ച്. 20 റുപ്യ വീണ്ടും വില കൂടി, അപ്പോൾ നിങ്ങൾ വീണ്ടും എന്തായി? വാങ്ങുന്ന വില കുറച്ച്. 25 റുപ്യയായി, അപ്പോൾ നിങ്ങൾ വീണ്ടും വാങ്ങുന്ന എണ്ണം കുറച്ച്. 30 റുപ്യയായി സാധനത്തിന്, അപ്പോൾ നിങ്ങൾ വീണ്ടും എന്താക്കി? വാങ്ങുന്ന എണ്ണം കുറച്ച്. അതായത് 10 റുപ്യയായ സമയത്ത് നിങ്ങൾ 40 എണ്ണം വാങ്ങിയ ആൾ 30 റുപ്യയായ സമയത്ത് ഇപ്പോൾ എത്ര വാങ്ങുന്നുള്ളൂ? 20 എണ്ണം എന്താകുന്നുള്ളൂ? വാങ്ങുന്നുള്ളൂ. അപ്പം നമ്മൾ ആ സാധനം വാങ്ങുന്ന ആളാവുന്ന സമയത്ത് വില കൂടുന്നതിനനുസരിച്ച് എന്താവും? നമ്മൾ എണ്ണം എന്താവും? ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരും. അങ്ങനെ തന്നെ അല്ലേ? ഇപ്പം കോഴിക്ക് വില കൂടുന്ന സമയത്ത് എന്താകുന്നു? നമ്മൾ കോയിൻ്റെ ഉപയോഗം അങ്ങോട്ട് കുറക്കും. അതേസമയം കോഴിക്ക് വില കുറയുന്ന സമയത്തോ നമ്മൾ കോയിൻ്റെ ഉപയോഗം എന്താവും? നമ്മൾ കൂട്ടും ചെയ്യും. ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഡിമാൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സപ്ലൈയിൽ നോക്കാം. സപ്ലൈയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന ആളാണ്. കൊടുക്കുന്ന ആളാവുന്ന സമയത്ത് നിങ്ങൾക്ക് വില കൂടുതൽ കിട്ടുകയാണോ വേണ്ടത്, കുറവ് കിട്ടുകയാണോ വേണ്ടത്? കൂടുതൽ കിട്ടുകയാണോ വേണ്ടത്. കൂടുതൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുന്ന മുതലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്ക്, വില ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന എണ്ണം കൂട്ടുകയാണ്. 10 റുപ്യ സമയത്ത് 20 എണ്ണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറുള്ളൂ. 15 ആയ സമയത്ത് നിങ്ങൾ എണ്ണം കൂട്ടി 25 എണ്ണം കൊടുക്കാൻ തയ്യാറാണ്. 20 ആയ സമയത്ത് നിങ്ങൾ 30 എണ്ണം കൊടുക്കാൻ തയ്യാറാണ്. 25 ആയ സമയത്ത് നിങ്ങൾ 35 എണ്ണം കൊടുക്കാൻ തയ്യാറാണ്. 30 ആയ സമയത്ത് നിങ്ങൾ 40 എണ്ണം കൊടുക്കാൻ തയ്യാറാണ്. അപ്പം പ്രൈസും സപ്ലൈയും തമ്മിലുള്ള മാറ്റം പോസിറ്റീവ് റിലേഷനാണ്. പ്രൈസും സപ്ലൈയും തമ്മിലുള്ള മാറ്റം പോസിറ്റീവ് റിലേഷൻ. പോസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂടിയാൽ മറ്റതും കൂടുക. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്തും കൂടുകയാണ്, സപ്ലൈയും കൂടുകയാണ്. അതേസമയം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള മാറ്റം എന്താണ്? നെഗറ്റീവ് റിലേഷനാണ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് റിലേഷനാണ്. എന്താ നെഗറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാം. ഇവിടെ കണ്ടോ, പ്രൈസ് ഇങ്ങനെ കൂടുകയാണ്. 10 15 15 20 അപ്പോൾ നിങ്ങൾക്ക് ഡിമാൻഡ് 40 35 35 30. ഇവിടെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഇവിടെ ഇങ്ങനെ കുറയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്, അതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എക്സസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അധികം എന്നാണ്. ഓക്കെ, അപ്പം അധിക ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അധിക ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി നിങ്ങൾ 10 റുപ്യ സാധനത്തിനാകുന്ന സമയത്ത് 20 സാധനം കൊടുക്കാൻ കച്ചവടക്കാർ തയ്യാറാണ്. അതേസമയം 40 ആൾക്കാർ വാങ്ങാൻ തയ്യാറുണ്ട്. ഇവിടെ സത്യത്തിൽ 20 ആൾക്കാർക്ക് എന്താകുന്നില്ല? സാധനം കിട്ടുന്നില്ല. ഇവിടെ 20 ആൾക്ക് എന്താകുന്നില്ല? സാധനം കിട്ടുന്നില്ല. ഇവിടെ ഡിമാൻഡ് എന്താണ്? 20 അധികമാണ്.
20 ആൾക്കാരെ കൊടുക്കാൻ തയ്യാറാകുന്നുള്ളൂ, വാങ്ങാൻ എന്തുണ്ട് 40 ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് 20 ആൾക്കാരെന്താണ് ഇവിടെ എന്താണ് അധികം 20 സാധനം വാങ്ങാൻ അധികം വാങ്ങാൻ എന്താണ് ഇവിടെ ആൾക്കാരുണ്ട്. ഇനി ഇവിടെ നോക്ക് 25 സാധനം 15 റുപ്യാണ് സമയത്ത് 25 സാധനം കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്, അതേസമയം 35 ആൾക്കാർ വാങ്ങാനുണ്ട്. ഇവിടെ എന്താണ് 10 ആളുകൾ അധികം വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഇനി 20 എത്തുമ്പോൾ നോക്ക് 30 ആൾക്കാർ കൊടുക്കാനുണ്ട്, 30 ആൾക്കാർ വാങ്ങാനുണ്ട്. ഈ മാർക്കറ്റിൽ വരുന്ന അതേ സാധനം തന്നെ പിന്നെന്താ തുല്യമായിട്ട് ആണെങ്കിൽ, അതായത് കൊടുക്കുന്ന എണ്ണവും വാങ്ങുന്ന എണ്ണവും തുല്യമാണെങ്കിൽ ഈ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇവിടെ കണ്ട നിങ്ങൾ ഡിമാൻഡ് കൂടുതലാണ്, 40 ഡിമാൻഡ് 20 സപ്ലൈ, 35 ഡിമാൻഡ് 25 സപ്ലൈ. ഇവിടെ ഡിമാൻഡ് എന്താണ് കൂടുതലാണ്. ഇനി നിങ്ങൾ തിരിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നോക്ക് 35 സാധനം ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണ്, അതേസമയം 25 സാധനം വാങ്ങാൻ ആളുകളുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കണത്? ഇവിടെ 10 സപ്ലൈ അധികമാണ്. ഇവിടെ നോക്ക് 40 ആൾക്കാർ കൊടുക്കാൻ തയ്യാറാണ്, അതേസമയം 20 ആൾക്കാരെ വാങ്ങാൻ തയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് 20 സപ്ലൈ കൂടുതലാണ്. ഇവിടെ 10 സപ്ലൈ കൂടുതൽ, ഇവിടെ 20 സപ്ലൈ കൂടുതൽ. ഇവിടെ 10 ഡിമാൻഡ് കൂടുതൽ, ഇവിടെ 20 ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ ഈ ഡിമാൻഡ് കൂടുതലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സസ് ഡിമാൻഡ് എന്ന് പറയുക. എക്സസ് എന്ന് പറഞ്ഞാൽ അധികം എന്നർത്ഥം. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ തയ്യാറാണ്, അതേസമയം കൊടുക്കാൻ എന്തില്ല, പിന്നെ ആളുകൾ തയ്യാറല്ല. അത്രയും അത്രയും സാധനങ്ങൾ കൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. ഇനി എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ ആകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സാധനം മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി നോക്കും, അതേസമയം അത്ര പൈസ കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങാൻ തയ്യാറുണ്ടാവില്ല. അപ്പോൾ വാങ്ങാൻ തയ്യാറുള്ള ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും, കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ എന്തെന്ന് പറയാം? എക്സസ് സപ്ലൈ എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടെ ഷോർട്ടാക്കി പറഞ്ഞാൽ പിന്നെ സപ്ലൈനേക്കാളും അധികം വരുന്ന ഡിമാൻഡിനെയാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയാം. ഡിമാൻഡിനേക്കാളും അധികം വരുന്ന സപ്ലൈനെയാണ് നമ്മൾ എക്സസ് സപ്ലൈ എന്നും പറയാം. ഇതാണ് ഷോർട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്കെല്ലാവർക്കും വരുമാനം കിട്ടും. വരുമാനം കിട്ടുന്ന സമയത്ത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വരുമാനം ചെലവഴിക്കുന്നത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന് സേവിങ്സും പിന്നൊന്ന് കൺസംഷനുമാണ്. നോക്കുക, 2 കാര്യത്തിന് വേണ്ടി നമ്മൾ വരുമാനം ഉപയോഗിക്കുന്നത്. ഒന്ന് സേവിങ്, പിന്നൊന്ന് കൺസംഷൻ. ഇത് രണ്ടിനും കൂടിയാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മളെ വരുമാനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടെ MPC എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ്. അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ വരുമാനം 1000 എന്ന് വിചാരിക്കുക. ഒരു പിന്നെ ശമ്പളം 1000 ആണെന്ന് വിചാരിക്കുക. ഈ 1000 ആവുന്ന സമയത്ത് നിങ്ങൾ പിന്നെ 500 സേവിങ്സിന് വേണ്ടി മാറ്റിവെച്ച്, അതോടൊപ്പം തന്നെ 500 നിങ്ങൾ ചിലവഴിക്കാനും വേണ്ടി മാറ്റിവെച്ച്. ഇപ്പം എന്തായിരുന്നു? 1300 നിങ്ങളെ സാലറി. 1300 ആവുന്ന സമയത്ത് ഈ അധികം വന്ന 300-ൽ നിന്ന് എത്ര ഭാഗങ്ങൾ സേവിങ്സിന് വേണ്ടി നിങ്ങൾ എത്ര ഭാഗം മാറ്റി വെക്കുന്നുണ്ട്, കൺസംഷന് വേണ്ടി നിങ്ങൾ എത്ര ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഇതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞത്. ഇവിടെ മാർജിനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, സാധാരണഗതിയിൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? 1000 എന്നുള്ളത് 1300 ആയി. അപ്പോൾ ഇവിടുത്തെ മാർജിൻ എത്രയാണ്? 300 ആണ്. ഓക്കെ, കൺസ്യൂം എന്ന് പറഞ്ഞാൽ പിന്നെ ചിലവഴിക്കുക എന്ന് പറഞ്ഞത്. പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുപാതം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MPC എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ MPS, 2 സാധനം കേട്ടോ, രണ്ടാലൊന്ന് ചോദിക്കും. MPS ഈ 2 സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? MPC കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം വരുമാനം ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് ഓൾറെഡി 1000 അധിക വരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ 1300, അപ്പോൾ 300 അധിക വരുമാനം. അതിൻ്റെ എത്ര ഭാഗം കൺസംഷന് വേണ്ടി മാറ്റി വെക്കുന്നു, അതുപോലെ തന്നെ എത്ര ഭാഗം സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുന്നു. കൺസംഷന് വേണ്ടി എത്ര ഭാഗം മാറ്റി വെക്കുന്നു എന്നുള്ളത് നോക്കലാണ് MPS എന്ന് പറഞ്ഞാൽ സേവിങ്സിന് വേണ്ടി എത്ര ഭാഗം മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്താക്കാം? നമ്മുടെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് എന്താക്കാം? ഇതൊന്ന് കണ്ടെത്താം. ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക.
1000 വരുമാനമുള്ള സമയത്ത് 700 സേവിങ്സിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ 1300 ആയ സമയത്ത് അയാൾ 900 റുപ്യാണ് എന്താക്കിയത്, സേവിങ്സിന് വേണ്ടി മാറ്റിവെച്ചത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ MPS എത്ര? ഇവിടെ നമ്മൾ സേവിങ്സ് ആട്ടോ പറഞ്ഞത്, അതുകൊണ്ടാണ് MPS. ഇനി ഇത് കൺസംഷൻ ആണെങ്കിൽ എന്താക്കിയാൽ മതി, MPS എന്നാക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ കാണലെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഇത് കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ള MPS അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഡെൽറ്റ സേവിങ്സ് ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനമാണ് കേട്ടോ. ഡെൽറ്റ സേവിങ്സ് ബൈ ഡെൽറ്റ ഇൻകം. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം ഡെൽറ്റ ചേഞ്ച് സേവിങ്സ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സേവിങ്സ് എത്രയും മാറ്റം വന്നത്? 700 എന്നുള്ള എത്രയായി? 900 ആയി. അപ്പോൾ എത്ര ഇവിടെ മാറ്റം വന്നത്? 200 മാറ്റം വന്നത്. 200 ബൈ പിന്നെ ചേഞ്ച് ഇൻ ഇൻകത്തിൽ എത്ര ചേഞ്ച് വന്നത് നോക്ക്. 1000 എന്നുള്ളത് എത്രയായി മാറി? 1300 മാറി. അപ്പോൾ എത്രയും മാറ്റം വന്നത്? വെറും 300 മാത്രമേ എന്തായിട്ടുള്ളൂ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പം 200 ബൈ 300 എത്രയാണെന്നറിയോ? 0.6. 0.6. ഇതാണ് നമ്മളെ ഉത്തരം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇതിമ്മ തന്നെ നമുക്ക് എന്ത് കാണാനും പറ്റുമെന്ന് അറിയോ? MPC കാണാനും പറ്റും. അതെങ്ങനെ? 1000 റുപ്യല്ലേ ടോട്ടൽ കിട്ടിയത്, അതിൽ 700 സേവിങ്സിന് വേണ്ടി മാറ്റി വെച്ചെന്ന് പറയുമ്പം കൺസംഷന് വേണ്ടി ഇവിടെ എത്രയുള്ളത്? 300 ഉള്ളത്. കൺസംഷന് വേണ്ടി 300 നമുക്ക് ഊഹിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ 1300 ആയ സമയത്ത് 900 എന്താക്കി സേവിങ്സിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പം ഞാൻ എത്ര ബാക്കിയുള്ളത്? 400 ആണെന്ത് അതിൽ ബാക്കിയുള്ളത്. ഇനി നമ്മൾ എന്താക്കുകയാണ്, ഈ കണക്കൊന്ന് ചെയ്ത് നോക്കുക. MPC സമം ചേഞ്ച് കൺസംഷൻ ബൈ ചേഞ്ച് ഇൻകം. ഇവിടെ കൺസംഷനിൽ എത്ര മാറ്റം വന്നത്? ആദ്യം 300 അതിപ്പോൾ എത്രയായി മാറി? 400 മാറി. ഓക്കെ, അപ്പോൾ എത്ര മാറ്റം വന്നത്? 100 മാറ്റം വന്നത്. 100 ബൈ വരുമാനത്തിൽ എത്ര മാറ്റം വന്നത്? ആദ്യം 1000 ഇപ്പോൾ 1300. അപ്പം 300 റുപ്യാണ് എന്തായത് അതിൽ മാറ്റം വന്നത്. അപ്പം 100 ബൈ 300 0.3 ഇങ്ങനെയാണുള്ളത്. ഇവിടെ 0.666 എന്നാണ്, ഇവിടെ 0.333 എന്നാണ്. ഈ MPCയും അതുപോലെ തന്നെ MPSും കൂടെ കൂട്ടിയാൽ നമുക്ക് എപ്പോഴും 1 എന്നാണ് കിട്ടുക. ഇവിടെ കണ്ട നിങ്ങൾ 0.333, ഇവിടെ 0.66, ഇത് രണ്ടും കൂടെ കൂട്ടി എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ചിലപ്പോൾ എന്താവലുണ്ട്, ഈ ക്വസ്റ്റ്യന് ചോദിക്കലുണ്ട്, അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷന് വേണ്ടി മാറ്റി വെക്കുന്നത്, അതിനാണ് MPC എന്ന് പറയുക. MPS എന്ന് പറഞ്ഞാൽ അധികം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എത്ര ഭാഗമാണ് സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുക, അതിനാണ് എന്തെന്ന് പറയുക? MPS എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളെ പിന്നെ അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് എനി 2 motives ഫോർ വിച്ച് പീപ്പിൾ ഡിസയർ ടു ഹോൾഡ് മണി ബാലൻസ്. അതായത് മനുഷ്യൻ കയ്യിൽ പൈസ വെക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. 2 motives ആണ്, രണ്ട് പ്രേരണകൾ. മനുഷ്യൻ പണം കയ്യിൽ വെക്കാനുള്ള 2 പ്രേരണകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതൊന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പിന്നെ ചിലവഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്താവും, മനുഷ്യന് പണം കയ്യിൽ വെക്കും. വേറൊന്ന് ബോണ്ടുകൾ, സെക്യൂരിറ്റികൾ, അതുപോലത്തെ എന്തെങ്കിലും വാങ്ങി ഭാവിയിൽ വില കുറയുന്ന സമയത്ത് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ എന്താവും, മനുഷ്യൻ പൈസ എന്താക്കും, കയ്യിൽ വെക്കും. പിന്നെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് എന്താവും മനുഷ്യൻ പൈസ എന്താവും കയ്യിൽ വെക്കും. ഇങ്ങനെ 3 ആവശ്യങ്ങളാണ് സാധാരണഗതിയിൽ പറയൽ കേട്ടോ. ഒന്ന് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആവൽ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക എന്നർത്ഥം. പിന്നെ സാധാരണഗതിയിൽ പറയൽ ഈ ഊഹം
ഊഹക്കച്ചവടത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഭാവിയിൽ പിന്നെ ഗോൾഡിൻ്റെ പൈസ കുറയുന്ന സമയത്ത് വാങ്ങി വെക്കും, എന്നിട്ട് പിന്നീട് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് എന്താവും മനുഷ്യന് കയ്യിലെന്താവും പൈസ വെക്കുന്നുള്ളതാണ്. ഇനി അടുത്ത പറയുന്നത് ഐഡൻറ്റിഫൈ 4 സെക്ടേഴ്സ് ഓഫ് എക്കോണമി മാക്രോ എക്കണോമിക്സിൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മൈക്രോയിലല്ല മാക്രോയിലാണ്. മൈക്രോയില് നമുക്കറിയാം, മൈക്രോയിലെ 4 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാൻഡും ലേബറും ഓർഗനൈസേഷനും ക്യാപിറ്റലുമാണ്. അതേസമയം മാക്രോൻ്റെ വ്യൂവിൽ 4 സെക്ടർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടാണ്. രണ്ടാമത് പിന്നെ ഫേമാണ്. ഫേം എന്ന് പറഞ്ഞ സ്ഥാപനം. മൂന്നാമത്തത് ഗവൺമെൻറ് ആണ്. നാലാമത്തത് പിന്നെ എക്സ്റ്റേണലാണ്. ഓക്കെ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വിദേശം എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഈ 4 സെക്ടറുകളാണ് എന്ത് മാക്രോൻ്റെ വ്യൂവിൽ 4 സെക്ടറുകൾ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അത് മറക്കരുത്. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്ലൈനെ ബാധിക്കുന്ന സപ്ലൈൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് വരിക. ഇതാണ് സപ്ലൈൻ്റെ ഗ്രാഫ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് സപ്ലൈൻ്റെ ഗ്രാഫാണ്. അത് ചിലപ്പോൾ ഇങ്ങോട്ട് നിൽക്കും, അത് ചിലപ്പോൾ ഇങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ഘടകം എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, മെൻഷൻ ആനി 2 ഫാക്ടർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്താവുക എന്നാൽ കച്ചവടക്കാരനാവുക. നിങ്ങൾ കച്ചവടക്കാരനാവുന്ന സമയത്ത് നിങ്ങളെ സപ്ലൈ, അതായത് നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സാധനത്തിൻ്റെ എണ്ണം കൂട്ടുന്നതും കുറക്കുന്നതും അതിനെ സ്വാധീനിക്കുന്ന ഒരു 2 ഘടകം ഇതാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഘടകം ഞാൻ പറഞ്ഞുതരാം. ഗവൺമെൻറ് ടാക്സ് കൂട്ടി. ഗവൺമെൻറ് ടാക്സ് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സാധനം കൂടുതൽ കൊടുക്കാനാണോ കുറച്ച് കൊടുക്കാനാണോ തോന്നുക? കുറച്ച് കൊടുക്കാനാണ് തോന്നുക. കാരണം കൂടുതൽ കൊടുത്തിട്ടൊന്നുമില്ല, ലാഭമല്ല, ഗവൺമെൻറ്റിന് ടാക്സ് എന്താവുന്നുണ്ട് അത്രയും വരുന്നുണ്ട്. ഇനി ഗവൺമെൻറ് ടാക്സ് കുറക്കുന്ന സമയത്തോ നമുക്ക് എന്താക്കാൻ പറ്റും? പഴയ പൈസക്ക് കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ടെക്നോളജിയിൽ വികസനം വന്നു. ടെക്നോളജിയിൽ വികസനം വരുമ്പോൾ എന്താ, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അതുപോലെ തന്നെ ചെറിയ പൈസ കൊണ്ട് എന്താക്കാൻ പറ്റും? കൂടുതൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്താക്കും? കൂടുതൽ സാധനം സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 2 ഘടകങ്ങൾ എന്താക്കി നമ്മളവിടെ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ 2ാമത്തെ ഭാഗത്തിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ 3ാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്യും.